Hello, are you looking forward to start your articleship or are you already in your first year of articleship? This video is for you. ഞാൻ സി അഖില നാരായണൻ. ഇൻ ദിസ് വീഡിയോ ICI ഒരു നോർമൽ ആർട്ടിക്കിൾഷിപ്പിന് പുറമെ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെന്നായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. സോ ലെറ്റ് സ്റ്റാർട്ട് യുവർ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഓപ്ഷൻസ് അവൈലബിൾ. സോ ലെറ്റ് സി ആഫ്റ്റർ CA ഇൻ്റർമീഡിയറ്റ് എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒറ്റ ആൻസറേ ഉള്ളൂ, ആർട്ടിക്കിൾഷിപ്പ്. പക്ഷെ ഞാനതിനെ സ്റ്റാൻഡേർഡ് ആർട്ടിക്കിൾഷിപ്പ് എന്ന് വിളിക്കും. അതെന്താ? സ്റ്റാൻഡേർഡ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടല്ലേ, അല്ലെങ്കിൽ റെഗുലർ അല്ലാത്ത കുറച്ച് ഓപ്ഷൻസും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിലൊന്നാണ് ആർട്ടിക്കിൾഷിപ്പ് വിത്ത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. നിങ്ങൾക്കിത് ഫെമിലിയർ ആണോ? അതായത് നിങ്ങൾ നോർമലി ഒരു CA കാരൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ CA കാരിയുടെ അണ്ടറിൽ ഒരു 2 years ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നു. അദ്ദേഹം ചെയ്യുന്ന എല്ലാ വർക്കുകളും നിങ്ങൾ കണ്ടുപഠിക്കുന്നു, അസിസ്റ്റ് ചെയ്യുന്നു. അതിനകത്ത് ഓഡിറ്റിംഗ് ഉണ്ടാകും, അക്കൗണ്ടിങ് ഉണ്ടാകും, ടാക്സേഷൻസ് ഉണ്ടാകും, TDS, ഫയലിംഗ്, GST എല്ലാം ഉണ്ടാകും. അതല്ലേ നോർമൽ നമ്മുടെ ആർട്ടിക്കിൾഷിപ്പ്. പക്ഷേ ഈ ഒരു 1 year ഈ നോർമൽ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി ആഫ്റ്റർ ക്വാളിഫിക്കേഷൻ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ്, ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അതിലല്ലേ എക്സ്പീരിയൻസ് കിട്ടേണ്ടത്. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് ഇയറിൽ യു ക്യാൻ ഗോ ഫോർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. അപ്പം ഇൻഡസ്ട്രിയിലുള്ളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, മേ ബി അയാൾ അവിടുത്തെ എംപ്ലോയി ആയിരിക്കാം, അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ നിങ്ങൾ ഇൻഡസ്ട്രിയൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുന്ന പീരീഡിനെയാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എന്ന് വിളിക്കുക. സോ 1 year ആർട്ടിക്കിൾഷിപ്പ് തന്നെയായിരിക്കും. സെക്കൻഡ് ഇയറിലായിരിക്കും നിങ്ങൾ ഇൻഡസ്ട്രിയൽ ട്രെയിനി ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി ഇതൊന്നുമല്ലാത്ത ഒരു ഓപ്ഷനാണ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഒരു CA ക്വാളിഫൈ ചെയ്തതിന് ശേഷം അബ്രോഡ് പോയി സെറ്റിൽ ആവാനാണെങ്കിൽ അവിടെ എംപ്ലോയ്മെൻറ്റ് എടുക്കാനൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ, ആക്ച്വലി ഡു യു റിയലി തിങ്ക് യു നീഡ് ടു വെയിറ്റ് ടിൽ യു ക്വാളിഫൈ CA ഫോർ ദാറ്റ് ഡ്രീം? നെവർ. നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ടിക്കിൾഷിപ്പ് തന്നെ എന്ത് ചെയ്യാം, ഔട്ട്സൈഡ് ഇന്ത്യ പ്ലാൻ ആക്കാവുന്നതേ ഉള്ളൂ. എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ എന്നുള്ളതും നമ്മളിവിടെ നോക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ബിഗിനിങ്. നിങ്ങൾക്കറിയാം CA ഇൻ്റർമീഡിയറ്റിൻ്റെ ബോത്ത് ഗ്രൂപ്പും ICITSS അല്ലെ, നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഫൗണ്ടേഷൻ റൂട്ടിൽ വന്നാലും ശരി, CA ഡയറക്റ്റ് എൻട്രി റൂട്ടിൽ വന്നാലും ശരി, CMA CS ഇൻ്റർമീഡിയറ്റ് ലെവൽ പാസ് ചെയ്തതിന് ശേഷം CA ഇൻ്റർ പാസ്സായവരാണെങ്കിലും ശരി, ഈ ഒരു റിക്വയർമെൻറ്റ് ബേസിക് ആണ്, എല്ലാവർക്കും കോമൺ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ആർട്ടിക്കിൾഷിപ്പിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരിക്കും. ദെൻ ആഫ്റ്റർ വി വിൽ ഗോ ടു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. സോ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന സർവീസസ്, എന്തൊക്കെയാണ് അതിൽ റൂൾസ് എന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആർട്ടിക്കിൾഷിപ്പ്. ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലേ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഒരു CA ഫേമിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഒരു പ്രിൻസിപ്പൽ എംപ്ലോയർ ഉണ്ടായിരിക്കും. അണ്ടർ ഹിം നിങ്ങൾ എല്ലാ ടൈപ്പ് ഓഫ് വർക്കുകളും ചെയ്തു നോക്കുകയാണ് ആർട്ടിക്കിൾഷിപ്പിലൂടെ ചെയ്യുന്നത്. സോ ആസ് യു ക്യാൻ സി 2 year ആണ് നിങ്ങളുടെ പ്രോഗ്രാം വരുന്നുണ്ടാവുക. എല്ലാ ആസ്പെക്ട്സിലും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ടാകും, ഓഡിറ്റിംഗ് ചെയ്യുന്നുണ്ടാകും, ടാക്സ് ഫയലിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും, സ്ക്രൂട്ടണി അസിസ്റ്റൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ, GST ഫയലിംഗ്, TDS, കമ്പനി ഇൻകോർപ്പറേഷൻ, MCAയുടെ ഫയലിങ്ങുകൾ, ഇങ്ങനെ എല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഒരു മിനിമം സ്റ്റൈഫൻഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അത് എത്രയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിവേ അതിൽ കൂടുതൽ നിങ്ങളിപ്പോൾ ഏൺ ചെയ്യുന്നുണ്ടായിരിക്കും. സോ റിക്വയർമെൻറ്റ്സ് സെയിം ആണ്. ഈ പറയുന്ന ICITSSും ബോത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻ്ററും പാസ്സായിട്ട് നിങ്ങൾ CA ഫൈനലിന് രജിസ്റ്റർ ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്യുന്നുണ്ടാവുക. ഒരു ഫുൾ ടൈം പ്രാക്ടീസസ് ആണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസിലേക്ക് നമുക്ക് പിന്നെ പോകാം. അതിന് മുന്നേ നമുക്ക് എന്താണ് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൽ സംഭവിക്കാനുള്ളത് നോക്കിയാലോ. അതായത് വെൻ ഇറ്റ് കംസ് ടു ആൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, CA പാസ്സായതിനു ശേഷം വളരെ കുറച്ച് ആളുകളല്ലേ ഒരു ഫേം ഇട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും എങ്ങോട്ടാണ് പോവുക? ഒന്നെങ്കിൽ ഫാക്കൾട്ടി അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി കേസസ് എംപ്ലോയ്മെൻറ്റ്. സോ ശരിക്കും ഈ 2 year പ്രാക്ടീസ് നിങ്ങൾക്കൊരു ഫേം നടത്താനുള്ള പ്രാക്ടീസ് അല്ലേ കിട്ടുക നോർമൽ ആർട്ടിക്കിൾഷിപ്പിൽ. പക്ഷെ ഒരു എംപ്ലോയി ആവാനുള്ളൊരു പ്രാക്ടീസും കൂടെ നിങ്ങൾക്ക് കിട്ടണ്ടേ. അതിന് വേണ്ടിയാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എന്നൊരു ഓപ്ഷൻ ഉള്ളത്. നല്ല സ്റ്റൈഫൻറ്റും കൂടെ കിട്ടുന്നൊരു പരിപാടിയും കൂടെയാണ് കേട്ടോ. അപ്പം വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എന്ന് നോക്കിയേ. അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിലേക്ക് വരുമ്പം ആർട്ടിക്കിൾഷിപ്പിൻ്റെ സെക്കൻഡ് ഇയറിൽ നിങ്ങളുടെ പ്രിൻസിപ്പൽ നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ടാകും, ഒരു ഇൻഡസ്ട്രിയിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ടാകും. ചില പ്രിൻസിപ്പൽ സെൻഡ് ചെയ്യുമല്ല, നിങ്ങൾ തന്നെ ഓപ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊരു ഇൻഡസ്ട്രിയിലേക്ക് പോവുക. അതൊരു ഫൈനാൻഷ്യൽ സ്ഥാപനമാകാം, അല്ലെങ്കിൽ അതൊരു ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആകാം, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ അണ്ടർടേക്കിംഗ് ആകാം. അവിടെ നിങ്ങൾ 1 year ഒന്നെങ്കിൽ 12 months, മിനിമം 9 months എങ്കിലും എന്നുള്ള രീതിയിലാണ്. സോ 9 months to 12 months ഈ ഒരു പീരീഡിൽ നിങ്ങൾ ഇൻഡസ്ട്രിയൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ബെനിഫിറ്റ് എന്താ? നിങ്ങൾ ആ ഒരു വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി മാത്രമായിരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു ഉണ്ടാവുക. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു എൻ്റർപ്രൈസ്, അതിൻ്റെ
ടാക്സേഷൻസിൻ്റെ കാര്യങ്ങൾ, അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസസ്, പിന്നെ നമ്മൾ ഇച്ചിരിയും കൂടി ഡെപ്തിലേക്ക് പോകുമ്പോൾ കോസ്റ്റ് മാനേജ്മെൻറ്റ്, അവിടുത്തെ മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ്, ഇതിനെക്കുറിച്ചെല്ലാം ഒരു ഇൻ ഡെപ്ത് നോളജ് ആയിരിക്കും നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൽ കിട്ടുന്നുണ്ടാവുക. സോ അവിടെ മിനിമം സ്റ്റൈഫൻഡ് ഉണ്ട്. 15,000 വിൽ ബി യുവർ മിനിമം സ്റ്റൈഫൻഡ് ആയിട്ട് വരുന്നുണ്ടാവും. അതിൽ കൂടുതൽ എന്താണെങ്കിലും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ റിക്വയർമെൻറ്റ് എന്താ, നിങ്ങളിങ്ങനെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 3 months മുന്നേ നിങ്ങൾ നിങ്ങളുടെ പ്രിൻസിപ്പളിനെ, ആർട്ടികൽഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ള പ്രിൻസിപ്പൾ ഉണ്ടാവുമല്ലോ, അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ ആഫ്റ്റർ ഒരു 9 to 12 months ആണ് നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ ആ ഒരു ഓവറോൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു സർവീസ് സർട്ടിഫിക്കറ്റും കൂടെ കിട്ടുന്നുണ്ടായിരിക്കും. സോ ലാസ്റ്റ് ഇയർ ഓഫ് ആർട്ടിക്കൽഷിപ്പിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഞാൻ ഫസ്റ്റ് ഇയർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് നടത്തിയിട്ട് സെക്കൻഡ് ഇയറിൽ ആർട്ടിക്കൽഷിപ്പ് ചെയ്യാം, അങ്ങനെയുണ്ടോ? അത് പറ്റില്ല. സെക്കൻഡ് ഇയർ ഓഫ് ആർട്ടിക്കൽഷിപ്പിലായിരിക്കും നിങ്ങളിത് ചെയ്യുന്നുണ്ടാവുക. ഈ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലെല്ലാം നിങ്ങൾക്ക് പറ്റും. ഇത്തരം ബെനഫിറ്റുകളായിരിക്കും. ഒത്തിരിയും കൂടെ ഡെപ്തായിട്ട് ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട അവെയർനെസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പീരീഡിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഔട്ട്സൈഡ് ഇന്ത്യ ഓപ്ഷൻസ്. അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യ പോയിട്ട് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ആർട്ടിക്കൽഷിപ്പ് അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുക. സോ ഓപ്ഷൻ നമ്പർ 1 വരുമ്പോഴത്തേക്ക് പാർട്ട് ഓഫ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഔട്ട്സൈഡ് ഇന്ത്യ ആസ് പെർ റെഗുലേഷൻ 54A. അതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫേമിൽ നിങ്ങളിപ്പോൾ ആർട്ടിക്കൽഷിപ്പ് ചെയ്യുവാണ്, അവിടെ നിങ്ങളുടെ ഫേമിൽ ക്ലയൻസ് ഉണ്ട്. അപ്പോൾ ക്ലയൻസിന് ഫോറിൻ ബ്രാഞ്ചൊക്കെ ഉണ്ടെങ്കിൽ വിനോ അല്ലേ, ആസ് പെർ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് അവിടുത്തെ ഫോറിൻ ലോസസും റെഗുലേഷൻസും ഒക്കെ അറിയേണ്ട ആവശ്യമുണ്ട്. സോ നിങ്ങളുടെ പ്രിൻസിപ്പൾ നിങ്ങളെ ഫോറിനിലുള്ള അല്ലെങ്കിൽ അബ്രോഡുള്ള ഒരു CFM ആവണമെന്നില്ല, അവിടുത്തെ അക്കൗണ്ടിങ് ബോഡി. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ CA ആണെങ്കിൽ നമ്മൾ കാനഡയിലേക്ക് പോകുമ്പോൾ അവിടെ CPA ആണ് അല്ലേ. അപ്പോൾ അതാണ് അവിടുത്തെ അക്കൗണ്ടിങ് ബോഡി. അവർക്കും ഇതുപോലെ എന്താകും, ഓഡിറ്റിംഗ് ഫേമുകളും അക്കൗണ്ടിങ് ഫേമുകളും ഒക്കെ ഉണ്ടാകും. സോ അവിടുത്തെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോഡികൾ അവിടുത്തെ ലോസസും റെഗുലേഷൻസും ഒക്കെ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രിൻസിപ്പൽ നിങ്ങളെ സെൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ഈ പറയുന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇതൊരു 6 monthsലേക്കൊക്കെ ആയിരിക്കും നിങ്ങളെ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇത് കൂടാതെ നിങ്ങൾക്ക് CA ആയിട്ടുള്ള അല്ലെങ്കിൽ CA ക്വാളിഫൈഡ് ആയിട്ട് അവിടുത്തെ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ്, ഇപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യ ഉള്ള അഡീഷണൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. മേ ബി ഒരു എക്സാമിനേഷനൊക്കെ ആയിരിക്കും. അതൊക്കെ എഴുതി അവിടെ സൈനിങ് അതോറിറ്റി ഉള്ള ആൾ അവിടെ ഒരു ഫേം ഇട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഓഡിറ്റിംഗ് അക്കൗണ്ടിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പോയി ആർട്ടിക്കൽഷിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഇതുപോലെ ഒരു CA ഒരു ഫേം ഒന്നും ഇട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് അവിടുത്തെ ഉള്ളൊരു CA ഫേമിൽ അദ്ദേഹം ഒരു പാർട്ട്ണറോ ഒരു പെയ്ഡ് എംപ്ലോയിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതായത് അബ്രോഡ് ഒരു CA ഫേം ഉണ്ട്, ദാറ്റ് മീൻസ് ഒരു CFM എന്നൊക്കെ പറയാൻ പറ്റില്ല അല്ലേ, അബ്രോഡ് ഒരു അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ഫേം ഉണ്ട്. അത് അവിടുത്തെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് റൺ ചെയ്യുന്ന ഒരു ഫേം ആയിരിക്കും. ബട്ട് അവിടെ എംപ്ലോയി ആയിട്ട് നമ്മുടെ ഇവിടുന്ന് പാസ്സായ ഒരു CA കാരനുണ്ട്, CA ഉണ്ടെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന് നിങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഫേമിൽ ആർട്ടിക്കൽഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. കുറേ അധികം റെഗുലേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ഇദ്ദേഹം ഒരു എംപ്ലോയി അല്ലേ, എംപ്ലോയിക്ക് ഒരു ആർട്ടിക്കിളിനെ എടുക്കാൻ പറ്റില്ലല്ലോ, പറ്റില്ല. അപ്പം അവിടുത്തെ ഫേമിൽ മറ്റൊരു CA ഉണ്ടാവണം, അല്ലെങ്കിൽ CA ആവാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുണ്ടാവണം. അദ്ദേഹവുമായിട്ടുള്ള ടൈപ്പിലായിരിക്കും നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഫേമിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക ആസ് ആൻ ആർട്ടിക്കിൾ. നമുക്ക് അതിൻ്റെ റെഗുലേഷൻസ് ഒക്കെ നോക്കാം. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യ ഉള്ളൊരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ഓഫ് ആർട്ടിക്കൽഷിപ്പിൽ പോയിട്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങും ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇത്രയും ഓപ്ഷൻസ് ശരിക്കും അവൈലബിൾ ആണ് ടു ഗോ ഔട്ട്സൈഡ് ഇന്ത്യ ഫോർ യുവർ ആർട്ടിക്കൽഷിപ്പ്. സോ നമുക്ക് ഓരോന്നും ഇച്ചിരി ഡെപ്തിൽ 1 by 1 ആയിട്ട് പോകാം. ഡെപ്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ഇൻഡെപ്തിലേക്ക് പോകുന്നില്ല, മെയിൻലി എല്ലാത്തിനെയും കുറിച്ചുള്ള ഇൻഫർമേഷൻ തരാം. ഇത്രത്തെ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഏതാണോ നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്യൂട്ട് ആവുന്നതെന്ന് നോക്കിയിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഡെപ്തിൽ പഠിക്കാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഫർദർ ഇൻഫർമേഷൻസ്, പ്രൊസീജിയർ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണെങ്കിൽ എന്താണ് പ്രൊസീജിയറിൻ്റെ ഡിഫറൻസ്, അബ്രോഡ് പോകണമെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇതിൽ ഓരോന്നും എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ബിലോ. ഐ വിൽ ഡു മൈ റിസർച്ച് ആൻഡ് കം അപ്പ് വിത്ത് അനദർ വീഡിയോ. അല്ലാതെ ഇത് എല്ലാത്തിൻ്റെയും ഫുൾ പ്രൊസീജിയേഴ്സ് നമ്മളിവിടെ പറയാൻ പോയാൽ ദിസ് വിൽ ബി എ വെരി ലെങ്തി വീഡിയോ. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന സിനാറിയോ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, റിസർച്ച് ചെയ്യുക, ഡൗട്ടുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതായിരിക്കില്ല നല്ല ഓപ്ഷൻ. സോ ലെറ്റ് സ്റ്റാർട്ട്. ഒന്നാമത്തേത്
പ്രാക്ടിക്കൽ ട്രെയിനിങ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. സോ യു ആർ വർക്കിംഗ് ഇൻ ഇന്ത്യയിലുള്ളൊരു ആർട്ടിക്കിൾഷിപ്പ് ഫേമിൽ നിങ്ങൾ CA ഫേമിൽ നിങ്ങൾ വർക്ക് ചെയ്യുവാണ്. അവിടെ ആർട്ടിക്കിൾഷിപ്പിൽ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ പ്രിൻസിപ്പലിന് ഫോറിൻ ക്ലയൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ ഫോറിൻ ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാകും അവർക്ക്. അപ്പോൾ ഫോറിൻ ലോസ് ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞേ പറ്റുള്ളൂ. ഫോർ ദാറ്റ് പർപ്പസ് ഫോർ എക്സാമ്പിൾ കാനഡയിലുള്ളൊരു റൂൾസും റെഗുലേഷൻസും ഒക്കെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ കാനഡയിൽ ഇതുപോലെ അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ബോഡീസ് ഉണ്ടാവുമല്ലോ, ആ ഒരു അക്കൗണ്ടിങ് ഫേമിലേക്ക്, അവിടെ കാനഡയിലുള്ളൊരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഫേമിലേക്ക് നിങ്ങളുടെ പ്രിൻസിപ്പൽ അയക്കുവാണ് ഒരു 6 monthsലേക്ക്. ഇവിടേക്ക് മാക്സിമം ഒരു 6 monthsേ പറ്റുള്ളൂ. 6 monthsലേക്ക് നിങ്ങൾ അയക്കുവാണ് അവിടുത്തെ റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ട് വരാൻ വേണ്ടി, അവിടെ ഒന്ന് വർക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടി. സോ അതായിരിക്കും സംഭവിക്കുക, നിങ്ങളുടെ പ്രിൻസിപ്പൽ മെമ്പർ ആയിരിക്കും നിങ്ങളെ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. സോ എന്തിനു വേണ്ടിയാണ് ഇത്? അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യാൻ വേണ്ടി. ദാറ്റ് മീൻസ് നമുക്കറിയാം ആസ് പെർ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ക്ലയൻസിന് ഫോറിൻ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വി ആർ സപ്പോസ് ടു നോ ദി ഫോറിൻ ലോസസ് ആൻഡ് റെഗുലേഷൻസ്. അതറിയാൻ വേണ്ടിയാണ്, അല്ലാതെ ഒരു ആർട്ടിക്കിളിന് ഒരു ഫോറിൻ എക്സ്പോഷർ ആകുമ്പോൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ചുമ്മാ വിടുന്നതല്ല. സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങളുടെ പ്രിൻസിപ്പൽ നിങ്ങളെ അങ്ങനെ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾ തന്നെ ഓപ്റ്റ് ചെയ്യുന്നതല്ല, നിങ്ങളുടെ പ്രിൻസിപ്പൽ എംപ്ലോയർ നിങ്ങളെ സെൻഡ് ചെയ്യുന്നതായിരിക്കും അവിടെ വരുന്നുണ്ടാവുക. അപ്പോൾ ആർട്ടിക്കിൾസിനെ ഒരു എന്താ പറയുക, ഒരു പ്രൈമറി എക്സ്പോഷർ കിട്ടാൻ വേണ്ടി എന്നുള്ള രീതിയിലല്ല ഇത് പ്ലാൻ ചെയ്തേക്കുന്നത്, മറിച്ച് സ്റ്റാൻഡേർഡ്സിൻ്റെ റിക്വയർമെൻറ്റിന് വേണ്ടി. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള സംഭവം അല്ല. പക്ഷേ പോസിബിൾ ആണ് ഇങ്ങനൊരു പരിപാടി നിങ്ങൾ ചൂസ് ചെയ്യുന്ന CA ഫേമിലുണ്ടോ എന്ന് അന്വേഷിച്ചാൽ യു മേ ഗെറ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇനി അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്ക് ആസ് യു ക്യാൻ സീ ട്രെയിനിങ് അണ്ടർ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പ്രാക്ടീസിങ് അബ്രോഡ് ഒരു CA, നിങ്ങൾ ഇവിടുന്ന് നിങ്ങളുടെ ഒരു അങ്കിളോ മറ്റു CA പാസ്സായിട്ടുണ്ട്, അദ്ദേഹം അവിടെ പോയി. നമുക്കറിയാം അവിടെ നമുക്ക് ഓഡിറ്ററായിട്ടൊരു ഫേം ഇട്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അറ്റസ്റ്റേഷനൊക്കെ ഉള്ള അതോറിറ്റി കിട്ടണമെങ്കിൽ അവിടുത്തെ കുറച്ച് അഡീഷണൽ എക്സാമിനേഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടായിരിക്കും അദ്ദേഹം അവിടുത്തെ ക്വാളിഫിക്കേഷൻ ഏൺ ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഹാവിങ് ദാറ്റ് ക്വാളിഫിക്കേഷൻ ഹി ഈസ് ഏബിൾ ടു സ്റ്റാർട്ട് ഓഡിറ്റിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫേം അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തിന് അണ്ടറിൽ അബ്രോഡും പോയി ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാം. അതിനൊരു പ്രശ്നവുമില്ല. CA അവിടെ ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടൻസി പ്രൊഫഷൻ ആയിരിക്കണം. നോർമൽ ആർട്ടിക്കിൾഷിപ്പിൻ്റെ പീരീഡ് ഫുള്ളായിരിക്കും നിങ്ങൾ അവിടെയും ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നുണ്ടാവുക. നമുക്കറിയാം ഒരു CA ഞാൻ ഇന്ന് പാസ്സായാൽ എനിക്ക് ഇന്ന് തന്നെ 10 ആർട്ടിക്കിൾസിന് എടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഓരോ ഇയർ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ 3 വർഷം കഴിഞ്ഞാൽ ഇത്ര ആർട്ടിക്കിൾ, 4 വർഷം കഴിഞ്ഞാൽ ഇത്ര ആർട്ടിക്കിൾ, ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ ഇത്ര ആർട്ടിക്കിൾ, അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് പറ്റുന്നുണ്ടാവുക. സോ ആദ്യത്തെ 3 വർഷം ഒരു ആർട്ടിക്കിൾ അല്ലേ, 10 വർഷത്തിന് മേലോട്ട് പോകുമ്പോഴത്തേക്കായിരിക്കും 5 ആർട്ടിക്കിൾ വരെ പോസിബിൾ ആവുന്നുണ്ടാവുക. സോ ഈ സിനാറിയോസ് ഒക്കെ ഈ പറയുന്ന അബ്രോഡുള്ള ആർട്ടിക്കിൾഷിപ്പിനും ആപ്ലിക്കബിൾ ആണ്. ദെൻ നെക്സ്റ്റ് പൊസിഷൻ, അത് ഇപ്പോൾ പറഞ്ഞതിനേക്കാളും സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ ഈ അങ്കിളില്ലേ, ICAയിൽ നിന്ന് CA പാസ്സായി അബ്രോഡ് പോയ അങ്കിള്, ഇദ്ദേഹം അവിടെ സ്വന്തമായിട്ടൊരു ഫേമൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ അവിടുത്തെ ഒരു അക്കൗണ്ടിങ് ഫേമിൽ ഇയാളൊരു പെയ്ഡ് എംപ്ലോയിയോ പാർട്ട്ണറോ ആണെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരു സംശയം സ്വാഭാവികമായിട്ട് വരണം, CA പ്രാക്ടീസിങ് CSന് മാത്രമല്ലേ ആർട്ടിക്കിൾസിനെ എടുക്കാൻ പറ്റൂ? എൻ്റെ അങ്കിൾ അവിടെ പ്രാക്ടീസിങ് CA അല്ല, അദ്ദേഹം അവിടെ ഒരു പെയ്ഡ് എംപ്ലോയി ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എന്നെ ആർട്ടിക്കിളായിട്ട് എടുക്കാൻ പറ്റും? അതിനാണ് ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. ഈ ICA മെമ്പർ ഒരു പെയ്ഡ് അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറോ ആയിരിക്കണം. നോർമൽ ആർട്ടിക്കിൾഷിപ്പിൻ്റെ സമയം മൊത്തം നിങ്ങൾക്ക് അവിടെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാം. ദിസ് കണ്ടീഷൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഓപ്ഷൻ എടുക്കാൻ കുറച്ച് നൂലാമാലകളുണ്ട്. അതിൽ വൺ ഓഫ് ദി മെയിൻ തിങ് ആണ് ഈ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഒരു എഗ്രിമെൻ്റ് വേണം. ആരുമായിട്ട്? നിങ്ങളുടെ അങ്കിള് വർക്ക് ചെയ്യുന്ന CF എന്ന് പറയാൻ പറ്റില്ല, ഓഡിറ്റിംഗ് ഫേം അല്ലേ. നിങ്ങളുടെ അങ്കിള് അവിടെ വർക്ക് ചെയ്യുന്നത് ഒരു അക്കൗണ്ടൻസി ഫേമിലായിരിക്കുമല്ലോ. ആ ഫേമിൽ മറ്റൊരു ICAI മെമ്പർ ഉണ്ടാവണം. ഞാൻ പറഞ്ഞിരിക്കുന്നത് 1 പാർട്ട്ണർ. ആ ഫേമിൽ അറ്റ്ലീസ്റ്റ് 1 പാർട്ട്ണർ ഉണ്ടാവണം. അദ്ദേഹം ഒരു ICAI മെമ്പർ ആയിരിക്കണം. അല്ലെങ്കിൽ എലിജിബിൾ ടു ബിക്കം എ മെമ്പർ ഓഫ് ICAI. നമുക്കറിയാം നമ്മൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ അറ്റസ്റ്റേഷൻ സർവീസിനുള്ള എലിജിബിലിറ്റി കിട്ടുക? അഡീഷണൽ എക്സാമിനേഷൻ എഴുതും, അവിടുത്തെ ലോസും റെഗുലേഷൻസും ഒക്കെ പഠിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ വെളിയിൽ ഈ പറയുന്ന ആ നാട്ടിലെ നിയമങ്ങൾ പ്രകാരം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ ഇന്ത്യയിലേക്ക് വരുമ്പം നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് അഡീഷണൽ CA ഫൈനലിൻ്റെ 1-2 പേപ്പർ എഴുതി കഴിഞ്ഞാൽ പുള്ളിക്ക് എന്ത് ചെയ്യാം? ICAIയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് എലിജിബിൾ ടു ബിക്കം മെമ്പർ. അപ്പോൾ നമ്മുടെ അങ്കിള് അബ്രോഡുള്ളൊരു CA ഫേമിൽ എംപ്ലോയി ആണ്. ആ ഫേമിൽ മറ്റൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ടാവണം, ഇന്ത്യൻ CA ഉണ്ടാവണം. അല്ലെങ്കിൽ ഇന്ത്യൻ CA ആവാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരാളെങ്കിലും ആ ഫേമിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹവുമായിട്ടൊരു എഗ്രിമെൻറ്റ് നിങ്ങളുടെ അങ്കിൾ എഴുതുവാണെന്ന് വിചാരിച്ചോ,
നിങ്ങൾക്ക് നിങ്ങളുടെ അങ്കിളിൻ്റെ ആർട്ടിക്കിളായിട്ട് വർക്ക് ചെയ്യാം. സോ ടെക്നിക്കലി നിങ്ങളൊരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഡയറക്റ്റ് അണ്ടറിലല്ല വർക്ക് ചെയ്യുന്നതെങ്കിലും ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായിട്ടുള്ള അഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? സോ നിങ്ങളുടെ അങ്കിൾ അവിടെ ഉണ്ട്. അങ്കിളിന് വർക്ക് ചെയ്യുന്ന ഫേമിൽ ഒരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ICAI പാസ്സായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ എലിജിബിൾ ടു ബിക്കം ICAI ആയിട്ടുള്ളൊരു പാർട്ട്ണർ ഉണ്ട്. അയാളുമായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റിൽ ഇപ്പോൾ ഒരു ഇൻഡയറക്റ്റ് പ്രിൻസിപ്പളായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ആരെ കൊണ്ടുവന്നിട്ടുണ്ട്? ഒരു പ്രാക്ടീസിങ് ഇന്ത്യൻ CAനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. സോ ഈ റൂട്ടിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആർട്ടിക്കിൾഷിപ്പ് അബ്രോഡ് ചെയ്യാം. സോ എൻ്റെ അങ്കിളുണ്ട് വെളി, പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളി എംപ്ലോയ്മെൻറ്റിലാണ്, പുള്ളി പ്രാക്ടീസ് ചെയ്താൽ മതിയായിരുന്നു, അവിടെ പോകാമായിരുന്നു വിചാരിക്കുന്നവർക്ക് ഈ റൂട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇൻഡെപ്തിൽ അറിഞ്ഞിട്ട് വേണം കേട്ടോ പോകാൻ. ഇനി അടുത്ത ഓപ്ഷൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. നമ്മൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്കൊരു ഫൈനാൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിൽ അബ്രോഡിൽ പോയി ചെയ്യാം. പക്ഷേ ഇതൊക്കെ നോക്കേണ്ട കാര്യം എന്താ? ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഒരു ക്വാളിഫൈഡ് ആയിട്ട് ICAI ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആർക്കൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനർ ആകാൻ പറ്റുക. അങ്ങനെയുള്ള CA ഉള്ള ഇൻഡസ്ട്രിയിലായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ എല്ലാ കുഞ്ഞു കുഞ്ഞു കമ്പനീസിലും പോസിബിൾ ആവില്ല. കുറേ റിക്വയർമെൻറ്റ്സും ബേസിക് ക്രൈറ്റീരിയാസും പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എൻ്റർപ്രൈസസ് ഏതൊക്കെയാണെന്നുള്ളത്. സോ ആ കാറ്റഗറിയിലുള്ളതായിരിക്കണം. അപ്പോൾ അബ്രോഡുള്ളതാണെങ്കിലും കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള അണ്ടർടേക്കിംഗ് ആയിരിക്കണം. അവിടെ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 9 months to 12 months നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചെയ്യാവുന്നതാണ്. അവിടെ ഒരു അസോസിയേറ്റ് അല്ലെങ്കിൽ ഒരു ഫെല്ലോ CA ഉണ്ടായിരിക്കും. കണ്ടിന്യൂസ് പ്രാക്ടീസ് ഫോർ അറ്റ്ലീസ്റ്റ് 3 years ഈസ് എൻറ്റൈറ്റിൽഡ് ടു ട്രെയിൻ 1 ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. സോ ദാറ്റ് മീൻസ് ആ ഇൻഡസ്ട്രിയിൽ ഒരു 3 വർഷമെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരു അസോസിയേറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ ഫെല്ലോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഇവർക്കായിരിക്കും ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനീനെ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. സോ മേക്ക് ഷുവർ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനറായിട്ട് വരാൻ പറ്റുന്ന ഒരാൾ, അയാളുടെ കപ്പാസിറ്റീസ് നോക്കണം. അതുപോലെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന എൻ്റർപ്രൈസസ് അത് ഈ പറയുന്ന കൗൺസിൽ അപ്രൂവ്ഡ് ആണോ എന്നുള്ളതും ചെക്ക് ചെയ്തിട്ടായിരിക്കണം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിന് ഇന്ത്യയിലാണെങ്കിലും ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും നിങ്ങൾ പോകേണ്ടത്. പിന്നെ ആർട്ടിക്കിൾസിന് എടുക്കുന്ന പോലെ 10 വർഷം കഴിഞ്ഞാൽ 5 ആർട്ടിക്കിൾസ് അങ്ങനെയൊന്നും പറ്റില്ല. 1-2 ഇൻഡസ്ട്രിയൽ ട്രെയിനീസ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസിലൊക്കെ പോസിബിൾ ആവുന്നുണ്ടാവുക. സോ അതും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും വെൻ ഇറ്റ് കംസ് ടു പ്രാക്ടിക്കൽ. ഓക്കെ, ഇനി റെഗുലേഷൻസ്. ആർട്ടിക്കിൾഷിപ്പിലേക്ക് പോകുമ്പം നിങ്ങൾക്കറിയാവോ, നിങ്ങൾക്ക് കുറേ അധികം ആളുകൾക്ക് പരിചയമുള്ള കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. എന്നാലും നമുക്കൊന്ന് നോക്കാം. ആസ് പെർ ICAIയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർട്ടിക്കിൾഷിപ്പിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 35 hours ആണ് ഒരു വീക്കിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ഇനി 35 hours മേളിൽ വർക്ക് ചെയ്യിപ്പിക്കാറില്ലേ ആർട്ടിക്കിൾഷിപ്പിൻ്റെയൊക്കെ സമയത്ത്? എന്തോന്ന് 35 years അല്ലേ ടാക്സ് ഓഡിറ്റൊക്കെ വന്നു കഴിയുമ്പം? അതും ICAI പറഞ്ഞിട്ടുണ്ട്. പറ്റും, ചിലപ്പോൾ അത് കൂട്ടാം. 45 hours വീക്കൊക്കെ ആവാം. എക്സംഷണൽ കേസസ് ഓഡിറ്റിൻ്റെ സമയമായിരിക്കും. പക്ഷേ ICAI ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ അവേഴ്സിന് കോമ്പൻസേറ്ററി ലീവൊക്കെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയാൽ കിട്ടി, ഇതാണ് നിയമം. ഇനി പ്രിൻസിപ്പൽഡ് ഓഫീസിൽ 9 മണിക്ക് മുന്നേ ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. 7 മണിക്ക് ശേഷം ഓഫീസ് ടൈം കൊണ്ടുപോകാനും പാടില്ല. ഇനി 11 മണിക്ക് മുന്നേ നിർബന്ധമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം. 5 മണിക്ക് മുന്നേ വൈൻഡപ്പ് ചെയ്യാനും പാടില്ല. ഇതാണ് നിയമം. ഓക്കെ, ICAI പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇനി ഇതല്ലാതെ ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഇടയിൽ ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഡിഗ്രി എടുക്കാൻ പോകാം. വേറെ പാർട്ട് ടൈം ജോബ് പോകുന്നവർ കുറവായിരിക്കും. എനിവേ ഒരു ഡിഗ്രിയോ കോഴ്സസോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ബി മേക്ക് ഷുവർ ഒരു 112 എന്ന് പറയുന്ന ഫോം നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. അത് ആർട്ടിക്കിൾഷിപ്പ് നിങ്ങളുടെ പ്രിൻസിപ്പലൊക്കെ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളൊരു കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് 1 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഫോം ഫയൽ ചെയ്യണം. അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ വെച്ചിട്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. സോ ഇത് വിട്ടുപോകരുത്. ആർട്ടിക്കിൾഷിപ്പിൻ്റെ കൂടെ ആർട്ടിക്കിൾഷിപ്പിൻ്റെ കൂടെ ഡിഗ്രിയൊക്കെ എടുക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ഈ ഫോം ആയിരിക്കും നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത്. സോ പ്രിൻസിപ്പലിന് റെഗുലേറ്റ് ചെയ്യാം കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവേഴ്സ് പ്രിൻസിപ്പളും തീരുമാനിക്കുക. ആ ക്ലോസ് ആണ് ഇപ്പോൾ മിക്കവാറും വർക്ക് ആവുന്നുണ്ടാവുക. സോ ആർട്ടിക്കിളിന് എത്ര നാൾ ലീവ് എടുക്കാൻ വേണ്ടി പറ്റും? അതാണ് 12 days in an year. ഒരു ഇയറിൽ 12 days ആണ്. അപ്പോൾ നേരത്തെ 3 year ആർട്ടിക്കിൾഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം 2 ഗ്രൂപ്പ് ഓഫ് ഇൻറ്ററും പാസ്സായിട്ടല്ല, ഒരു ഗ്രൂപ്പ് പാസ്സായി തന്നെ ആർട്ടിക്കിൾഷിപ്പിന് കയറായിരുന്നു. അപ്പോൾ സ്റ്റഡി ലീവൊക്കെ കാര്യമായിട്ട് കിട്ടുമായിരുന്നു. ഇപ്പോൾ മൊത്തം 12 + 12 24 days മാത്രമാണ് നമുക്ക് ലീവ് എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. സോ ദീസ് ആർ ദ കറൻറ്റ് റെഗുലേഷൻസ് റിഗാർഡിങ് ആർട്ടിക്കിൾഷിപ്പ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആർട്ടിക്കിൾഷിപ്പിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്റ്റൈഫൻഡാണ്. നമുക്കറിയാം 2 year ഓഫ് ആർട്ടിക്കിൾഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റി. നിങ്ങൾ ഏത് സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ പോപ്പുലേഷൻസ് അല്ലേ. അതൊരു 20 lakh മേലിലാണെങ്കിൽ
അല്ലെങ്കിൽ 5 ലാഖിനും 20 ലാക്സിനും ഇടയിലാണെങ്കിൽ, ഇനിയിപ്പോൾ ലെസ് ദാൻ 5 ലാക്സ് ആണെങ്കിൽ. അതുപോലെ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ എത്ര, സെക്കൻഡ് ഇയറിൽ എത്ര, മിനിമം ആണ് കേട്ടോ. ഇതിൻ്റെ ഇരട്ടിക്ക് കിട്ടുന്ന ഇഷ്ടം പോലെ CA ഫേമുകളുണ്ട്, എന്നാൽ ഇതൊരു മിനിമം ആണ് പറയുന്നത്. സോ നോക്കിയാൽ മാക്സിമം നിങ്ങൾക്ക് ഒരു 5,000 to 6,000 ആണ്. അത്ര വലിയ സിറ്റിയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക. ഇനി ചെറിയ സിറ്റി ആണെങ്കിൽ പോലും ഫസ്റ്റ് ഇയറിൽ 3,000ഉം സെക്കൻഡ് ഇയറിൽ 4,000ഉം മിനിമം നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് തരണം എന്നാണ് ICAIയുടെ റൂൾസ് പറഞ്ഞിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗോ ഫോർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് മിനിമം ആയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതായത് ഒരു ICAI മെമ്പറിൻ്റെ അണ്ടറിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ പോയി ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവിടെ ഒരു CA കാരൻ ഉണ്ടായിരിക്കണം. അദ്ദേഹം അവിടെ എംപ്ലോയ്മെൻറ്റിലായിരിക്കണം ഉണ്ടാവേണ്ടത്. മാത്രമല്ല അദ്ദേഹം ഒരു റെക്കഗ്നൈസ്ഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനർ ആയിരിക്കണം ആസ് പെർ ICAI. പിന്നെ അതിനകത്ത് കുറച്ച് ഫോംസ് നിങ്ങൾ ഫയൽ ചെയ്യാനുണ്ട്. സോ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ 104ഉം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 105ഉം ആയിരിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഈ ഫോമൊക്കെ ആരാ സൈൻ ചെയ്യുക? നിങ്ങളുടെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തോടെ നിങ്ങളുടെ പ്രിൻസിപ്പൽ എംപ്ലോയർ ഉണ്ടാകും. പ്രിൻസിപ്പൽ CAയും അതുപോലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് തരുന്നയാളും. സോ ടെക്നിക്കലി നിങ്ങളെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ പ്രിൻസിപ്പൽ എംപ്ലോയർ വിട്ടുകൊടുക്കുകയല്ല ചെയ്യുക. ഡേ ടു ഡേ കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ ബേസിക് കാര്യങ്ങൾ, ഡേ ടു ഡേ ട്രെയിനിങ്, സൂപ്പർവിഷൻ, അതൊക്കെ ചെയ്യുന്നത് ICAIയിലെ ആ ഇൻഡസ്ട്രിയിലുള്ള CA കാരനാണെന്നുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ പ്രിൻസിപ്പൽ CA തന്നെ ആയിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവുക ഫോം ഫയലിങ് കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ. ഓക്കെ, സോ ദിസ് ഇസ് സംതിങ് വിച്ച് ഈസ് പാർട്ട് ഓഫ് ആർട്ടിക്കിൾഷിപ്പ്. അല്ലാതെ ആർട്ടിക്കിൾഷിപ്പ് ഞാൻ നിർത്തി ഐ എം ഗോയിങ് ഫോർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആ ഒരു രീതിയിലാവില്ല പോകുന്നുണ്ടാവുക. സോ നെക്സ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾഷിപ്പ് തന്നെ ഒരു ഫേമിൽ നിന്ന് മാറി വേറൊരു ഫേമിലേക്ക് ചെയ്യാൻ പറ്റില്ല. യെസ്, അങ്ങനെ ചാടിക്കളിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ. സോ ആർട്ടിക്കിൾഷിപ്പ് ട്രാൻസ്ഫേഴ്സ് ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ തന്നെയാണ്. അവിടെയും കുറച്ച് റെഗുലേഷൻസും കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ആർട്ടിക്കിൾഷിപ്പ് സിംപ്ലി ട്രാൻസ്ഫർ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾ ആദ്യം ഒരു 6 മന്തോടത്ത് വർക്ക് ചെയ്യുന്നു, സെറ്റ് ആവുന്നില്ല, നിങ്ങൾ വിചാരിച്ച രീതിയിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാറാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഫോംസ് ഫയൽ ചെയ്യണം. ആർട്ടിക്കിൾഷിപ്പ് ഒരിടത്ത് ടെർമിനേറ്റ് ആവുന്നതിൻ്റെ 109ഉം മറ്റിടത്ത് അത് റീസ്റ്റാർട്ട് ആവുന്നതിൻ്റെ 103ഉം ആയിരിക്കും നിങ്ങൾ ഫയൽ ചെയ്യുന്നുണ്ടാവുക. സോ ഒരു 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾ ഈ ഒരു ഫോംസ് ഫയൽ ചെയ്തിട്ടുണ്ടാവണം. ഇനി സെക്കൻഡ് ഇയറിൽ പറ്റുമോ? സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പെർമിസിബിൾ ആണ്, പക്ഷേ അത് ഈസി ആയിരിക്കില്ല. മീൻസ് ICAIയുടെ അടുത്തൊന്നും പെർമിഷൻ വാങ്ങിക്കണം. അപ്പോൾ ICAI നോർമലി അലൗ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ഗ്രൗണ്ട്സ് ഉണ്ട്, നിങ്ങളുടെ പേരൻസ് ആരെങ്കിലും ജോബ് ലൊക്കേഷൻസ്, ഫീമെയിൽ ആർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ മാരേജ്, പിന്നെ നിങ്ങളുടെ പ്രിൻസിപ്പലിന് എന്തെങ്കിലും സംഭവിക്കുന്നു, പ്രിൻസിപ്പലിൻ്റെ ഡെത്തോ ഡിസ്കണ്ടിന്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ലഭിക്കുന്ന സിനാറിയോസ് ആണെങ്കിൽ ICAIയിൽ നിങ്ങളിത് ഇൻഫോം ചെയ്ത് അവിടുന്ന് അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് മാറാൻ പറ്റുന്നുണ്ടാവുക. പ്രൊസീജിയറും ഫോംസും ഒക്കെ സെയിം തന്നെയാണ്. സോ ദിസ് ഈസ് ഓൾ വിത്ത് ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ കേസിലുള്ളൊരു ട്രാൻസ്ഫർ. ഇനി ഏകദേശം നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഐ തിങ്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ്, അല്ലെങ്കിൽ മിയർലി ഒരു ആർട്ടിക്കിൾഷിപ്പ് എന്നതിന് പുറമെ എന്തൊക്കെ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ICAI നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഓരോന്നിലും ഇൻ ഡെപ്ത് നോളജോട് കൂടി ആയിരിക്കണം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോകേണ്ടത്. ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് കമൻറ്റിലിടാം. നമ്മളെ കൊണ്ട് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാൻ പറ്റുന്ന കേസസ് ആണ്. ഫോർ എക്സാമ്പിൾ ഓരോന്നിൻ്റെയും പ്രൊസീജിയറോ അല്ലെങ്കിൽ ഇതൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എലിജിബിലിറ്റീസ്, ഈ വക കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വി വിൽ ഡു ദ റിസർച്ച് ആൻഡ് കം അപ്പ് വിത്ത് അനദർ വീഡിയോ. സോ താങ്ക് യു സോ മച്ച്.